നമ്മുടെ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം അല്ലെ. നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൽ ഒരു ഐശ്വര്യമില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ, നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആയുണ്ട്. ആ ദുആ മാത്രമല്ല ഒരു ഇസ്മും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നു, മറക്കരുതേ. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വസ്തുവാണല്ലോ തേൻ. തേനില് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സാധനം കൂടി ചേർത്തിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അത്ഭുതം കാണാം. എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്, വിശദമായ ഒരു വലിയ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അവസാനം വരെ കാണാൻ മറന്നു പോകരുത്. അല്ലാഹു തആല നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് കമന്റിങ്ങനെ വിഷമത്തിന്റെ സങ്കടത്തിന്റെ കമന്റുകൾ ഓരോ ആളുകൾ പറയാറുണ്ട്. അതിൽ വായിച്ചു നോക്കിയപ്പോൾ വളരെ പ്രയാസം തോന്നി. ഒരുപാട് പേരുണ്ട് രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്, ഭർത്താവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, ഭാര്യയുടെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിഷമം തോന്നുന്ന, ഒരുപാട് സങ്കടം തോന്നുന്ന കമന്റുകൾ ഒരുപാട് പേര് എഴുതാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്. അള്ളാഹു എല്ലാം മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഒരു സഹോദരി, ഒരു ഉമ്മയാണോ ഉപ്പയാണോ ആരാന്നറിയില്ല, അവരിങ്ങനെ കമന്റായി എഴുതിയത്, അത് എൻ്റെ മകൻ അവൻ ഗൾഫിലേക്ക് പോയി, ഒരുപാട് പ്രയാസപ്പെട്ടാണ് അവനിക്ക് പൈസ, വിസയ്ക്കും അതുപോലെ ടിക്കറ്റിനൊക്കെ പൈസ ഒപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഗൾഫിലേക്ക് പോയി, ഇന്നിപ്പോ 3 മാസം തികയാൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ഒറ്റ പ്രാവശ്യമാണ് മോൻ ഞങ്ങളെ വീട്ടുകാരെ വിളിച്ചത്. പിന്നെ ഈ ഒരു 3 മാസത്തിന്റെ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്നാൽ വീട്ടുകാർക്കും ഒരു പിണക്കമില്ല, അവനിക്കും തിരിച്ചൊരു പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇവൻ അവന്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്, വീട്ടിലുള്ള ഉമ്മയോ വാപ്പയൊന്നും വിളിക്കുന്നില്ല. വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങൾ. അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ കിട്ടാറില്ല, ഇനി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. എന്താണെന്ന് അറിയില്ല ഉസ്താദെ, ഞങ്ങളോട് എന്താണ് അവനിക്ക് പറ്റിയത്, ഉസ്താദ് പ്രത്യേകം ദുആ ഇറക്കണമെന്ന് ഒരു ഉമ്മ, ഇങ്ങനെ ഒരു ഉമ്മയോ വാപ്പയോ ആരാന്നറിയില്ല, ഇങ്ങനെ കമന്റ് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ അല്ലെ, സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ വളരെയധികം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുന്നത് അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. ഇപ്പോ ആൺകുട്ടികളല്ല, 4 ആൺകുട്ടികളുള്ള പിതാവ് ഒരിക്കൽ പറഞ്ഞത്, ഉസ്താദെ എനിക്ക് 4 ആൺമക്കളെ പടച്ചോൻ തന്നത്, എനിക്ക് അതിൽ ഒരു പെൺകുട്ടിയെ തന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഗതിയിലാകൂല എന്ന്. കാരണം എന്താ, 4 മക്കളും വിവാഹം കഴിച്ച് അവരവരുടെ ഫാമിലി ആയിട്ട് വിദേശത്ത് കഴിയുകയാണ്. ഇദ്ദേഹവും എന്നോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിൽ കഴിയുകയാണ്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഓളെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് ആൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവിന്റെ ഒരു വലിയ പ്രയാസം അദ്ദേഹം പങ്കുവെച്ചെങ്കിൽ, ഇതേ ഒരു പ്രയാസം തന്നെ 4ഉം 5ഉം പെൺകുട്ടികളുള്ള, അവര് വിവാഹം കഴിഞ്ഞ് അവരുടെ ഫാമിലി ആയിട്ട് അവരവരുടെ വീട്ടിൽ പോകും, എന്തെങ്കിലും വെക്കേഷന് മാത്രമേ വീട്ടിലേക്ക് വരൂ. എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ കല്യാണം കഴിച്ച ഞങ്ങളുടെ മരുമോള് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുമായിരുന്നല്ലോ, സ്വന്തം മോളെ പോലെ ഞങ്ങൾക്ക് നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ. അതായത് മക്കളുണ്ട്, പക്ഷെ ആ മക്കളുടെ കാര്യത്തിൽ വലിയ വിഷമം പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കാം, അല്ലെങ്കിൽ 4ാമത്തെ ഏതായാലും 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്, നാളെ പകലാണ്. ഒരുപാട് കണ്ട് സ്വലാത്തുകൾ പറഞ്ഞു നമ്മൾ ദ്വാരക്ക. വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത ഞാൻ ഇനി പറയണ്ട, ഒരുപാട് നമ്മളിങ്ങനെ ആവർത്തിച്ചത് പറഞ്ഞതാണ്. ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. പരമാവധി നമ്മൾ ദ്വാരക്കുക, അതുപോലെ സ്വലാത്തുകൾ പറയുക, ദിക്റുകൾ പറയുക, സൂറത്തുൽ കഹഫ് അതിന്റെ ആദാബുകൾ, മര്യാദകൾ ഒക്കെ നമ്മൾ പാലിക്കുക. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ മക്കള്, അത് ചെറിയ കുട്ടിയാവട്ടെ, വലിയ കുട്ടിയാവട്ടെ, ആൺകുട്ടിയാവട്ടെ, പെൺകുട്ടിയാവട്ടെ, അവരൊക്കെ ഇനി വിവാഹം കഴിച്ചവരാവട്ടെ, വിവാഹം കഴിക്കാത്തവരാവട്ടെ, അവരെത്ര വലുതായാലും മാതാപിതാക്കളെ സംബന്ധിച്ച് ആ കുഞ്ഞിപ്രായത്തിലുള്ള ആ ഒരു ഓർമ്മയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവണം, അവർ ചെറുപ്പത്തിലെ നമ്മളെ അനുസരിക്കുന്നവരാവണം. വലുതാകുമ്പോഴും നമ്മെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകുന്ന, സങ്കടമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാത്ത നല്ല മക്കളായി മാറണം. നമുക്ക് ഒരുപാട് ഹദീസുകൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു 5 കാര്യം പറഞ്ഞുതരാം. ഈ 5 കാര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്താൽ,
നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത് നമുക്കും ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് നമുക്ക് കൺകുളിർമയാകുന്ന മക്കളായി മാറും. അല്ലാഹു തആല അങ്ങനെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ ഒക്കെ ആക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഔലാദു റൈഹാനത്തും മിനൽ ജന്ന എന്നാണ്. നല്ല മക്കൾ അല്ലെ, മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സുഗന്ധ പുഷ്പങ്ങളാണ്. മക്കള് താങ്ങാണ്, തണലാണ്, അതുപോലെ പിടിവള്ളിയാണ്, പരമ്പരയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകേണ്ടവരാണ്. മക്കളില്ലാത്ത എത്രയോ ആളുകൾ വിഷമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ. ഇനി മക്കൾ ഉണ്ടായിട്ട് ആ ഉള്ള മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെ എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, അതുപോലെ ഇക്കാലത്തുള്ള എല്ലാവിധത്തിലുള്ള മോശത്തരത്തെ തൊട്ടും നമ്മുടെയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. മക്കളെ കൊണ്ട് ഇടങ്ങേറാവുക, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ മക്കളിൽ നിന്നും ഖൈറ് കിട്ടുക, അത് പണ്ട് മുതലേ ഉള്ളതാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് മക്കളെ കൊണ്ട് ആദ്യമായി വിഷമിച്ചതെന്നാണ്, സങ്കടപ്പെട്ടത്. 2 ആൺമക്കൾ ഉണ്ടായിരുന്നു അല്ലെ, ഹാബീൽ, കാബീൽ. ആ ഹാബീലിനെ ആര് കൊന്നു? കാബീൽ എന്ന മകൻ കൊന്നു. വല്ലാത്ത വിഷമം, സങ്കടമായില്ലേ? ലോകത്ത് ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ മനുഷ്യനെ വധിക്കുന്ന ഒരു സംഭവമായത് മാറി. ആദം നബിയാകുന്ന പിതാവിന് എത്രമാത്രം വേദന ഉണ്ടാകും, സങ്കടമുണ്ടാകും. അതുപോലെ അതിനുശേഷം കടന്നു വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനവറുകൾക്ക് 2 ഭാര്യമാരിൽ 4 മക്കളുണ്ട്. ഒരു ഭാര്യയിൽ ഒരു മുസ്ലിമത്തായ, ഒരു മുഅ്മിനത്തായ ഭാര്യയുണ്ട്, ഒരു എന്താ പറയാ സത്യനിഷേധിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഈ മുഅ്മിനത്തായ ഭാര്യയിൽ 3 മക്കളുണ്ട്. അവര് 3 മക്കളും ഈ മുഅ്മിനത്തായ ഭാര്യയും ആ മഹാനായ നൂഹ് നബിയുടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടവരാണ്. പിന്നെ ഈ സത്യനിഷേധിയായ ഭാര്യയും ഒരു മകനും, അവർ 2 പേരും ആ വെള്ളപ്പൊക്കത്തിൽ, കപ്പലിൽ കയറാതെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ച ആളുകളാണ്. അപ്പോ ഈ മകനെ കൊണ്ട് ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ടെന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മരണപ്പെട്ട മകനെ കൊണ്ട് ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ടെന്നാണ്. അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ മക്കളെ കൊണ്ട് വിഷമിച്ചു, ഭാര്യയെ കൊണ്ട് വിഷമിച്ചു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം, അതുപോലെ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം, ഇവരൊക്കെ ഭാര്യമാരെ കൊണ്ട് ഇടങ്ങേറായ ആളുകളാണ്. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാരെ ഖൈറിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ഒരാഴ്ച മുമ്പ് എൻ്റെ പള്ളിയിലെ റൂമിൽ ഒരു സഹോദരൻ വന്നു, വളരെ സങ്കടത്തോടെ വന്നു. ഉസ്താദേ, ഞാൻ എന്തിനാണ് ഇനി കഷ്ടപ്പെടുന്നത്? അതായത് നല്ല ജോലിയുണ്ട്, ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഞാൻ ഇനി ഒന്ന് മരിച്ചാലോ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. മുപ്പര് പറയാ, ഞാൻ മരിച്ചാലോ എന്ന് ആഗ്രഹിക്കുക, കാരണം എനിക്ക് സമാധാനമില്ല, എനിക്ക് ഒരുപാട് കച്ചവടമുണ്ട്, ഒരുപാട് ലാഭമുണ്ട്, എല്ലാം ഉണ്ട്. ഞാനതൊക്കെ മൊത്തം പള്ളിക്ക് കൊടുക്കുകയാണ്, പാവപ്പെട്ടവരെ സഹായിക്കുകയാണ്. കാരണം എനിക്കിനി എൻ്റെ കുടുംബത്തിന് ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഭാര്യ എന്നെ തെറി വിളിക്കുകയാണ്, ഭാര്യ എന്നെ ശപിക്കുകയാണ്. ഉസ്താദെ, എനിക്ക് ഞാൻ സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ, ഞാൻ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ തെറി പറയുകയാണ്. ഈ ഭാര്യയുടെ സംസാരം കേട്ട് മക്കൾക്ക് മുന്നിൽ ഞാനൊരു മക്കളുടെ ശത്രുവായി മാറി, ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ വളരെ സങ്കടത്തോടെ ഒരു സഹോദരൻ പറഞ്ഞു. അല്ലാഹു പടച്ചവനെ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവനെ കുടുംബത്തിൽ നീ സ്വസ്ഥത തരണയല്ല, സമാധാനം തരണയല്ല. അല്ലെ, ഭാര്യമാരെ കൊണ്ട് ഇടങ്ങാറാകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ ഭർത്താക്കന്മാരെ കൊണ്ട് ഇടങ്ങാറാകുന്ന ഭാര്യമാരുമുണ്ട്. ഭർത്താവ് വരുന്നു എന്ന് അറിയുമ്പോൾ പേടിക്കുന്ന ഭാര്യമാരുണ്ട്, പേടിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ ആവരുത്. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഒരുപാട് പ്രവാചകന്മാർ മക്കളെ കൊണ്ട്, ഭാര്യമാരെ കൊണ്ട് ഇടങ്ങേറായിട്ടുണ്ട്. ഒരുപാട് പേർ, ആ പറഞ്ഞതിനേക്കാൾ ഒരുപാട് ഇരട്ടി ആളുകൾ മക്കളെ കൊണ്ട് സന്തോഷിച്ച ആളുകളാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം മകനാകുന്ന സുലൈമാൻ നബിയെ കൊണ്ട് സന്തോഷിച്ചവരാ. സക്കരിയ നബി ഒരുപാട് കണ്ട് ദുആ ചെയ്തുണ്ടായ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് 90 വയസ്സിന് ശേഷമാണ് ഇസ്മായിൽ എന്ന മകനും അതുപോലെ ഇസ്ഹാഖ് എന്ന മകനും ഉണ്ടായത്. അല്ലെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവേ 7 മക്കളെ പടച്ചോൻ കൊടുത്തു. ആ 7 മക്കളിൽ 6 മക്കളും മുത്ത് റസൂലിന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു പോയവരാണ്. 6 മക്കളുടെ ജനാസ ഒരു വാപ്പ എടുത്ത് കബറിലേക്ക് വെക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു വാപ്പക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കൾക്ക് ഒരു അസുഖം വന്നാൽ, ഒരു രോഗം വന്നാൽ നമുക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. അപ്പൊ മുത്ത് നബി ഒന്ന് ഓർത്തു നോക്കിയേ. അല്ലാഹു ഇവിടെ മുത്ത് നബിയോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരുപാട് പേരുണ്ട്, സങ്കടപ്പെടുന്നവർ. എന്ത് ചെയ്യണമെന്നറിയില്ല ഉസ്താദ്, ഇവൻ നന്നാവാൻ എന്ത് ചെയ്യും? 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ സക്കരിയ നബിയൊക്കെ ഈ മക്കളെ കിട്ടാൻ വേണ്ടി ഒരുപാട് കണ്ട് ദുആ ചെയ്തു. നമ്മൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന 2 ദുആ ഉണ്ട്.
മക്കൾ സ്വാലിഹീങ്ങളാവാൻ, കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാവാനൊക്കെ നമുക്കിത് നിത്യമായി പറയണമെന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ദുആയാണ്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ നമുക്കറിയാവുന്ന ദുആയാണ് അല്ലേ? ഒന്ന് പറഞ്ഞേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇതൊരു ദുആ. അതുപോലെ തന്നെ സൂറത്ത് സ്വാഫാത്തിന്റെ 100-ാമത്തെ ആയത്ത് ഏതാണത്? ഒരുപാട് പ്രവാചകന്മാർ ദുആ ചെയ്ത ദുആയാണ്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. പറഞ്ഞേ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ സ്വാലിഹീങ്ങളെ ഓശാരമായി തരണേ അല്ലാ. അതായത് ഭാര്യ ദുആ ചെയ്താൽ സ്വാലിഹീങ്ങളായ മക്കൾ, സ്വാലിഹായ ഭർത്താവ്. ഭാര്യയാണ് ദ്വാരക്കുന്നതെങ്കിൽ സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹീങ്ങളായ മക്കൾ, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അല്ലാഹുവേ, നീ എനിക്ക് ഓശാരമായി തരണം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങള, സ്വാലിഹ് ആവണം, ഗുണമുണ്ടാവണം, നന്മയുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുആഉൽ വാലിദി ലി വലദിഹി കദുആഉൻ നബിയ്യി ലി ഉമ്മത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത്, ഉമ്മച്ചിയും വാപ്പച്ചിയും ദുആരുന്നോ മക്കൾക്ക് വേണ്ടി എങ്കിൽ അച്ചട്ടാണ് ദുആ സ്വീകരിക്കും. ഞാനിപ്പോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആരെന്നാൽ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആരെന്നാൽ അല്ലാഹു സ്വീകരിക്കും. പക്ഷെ അതിന്റെ ഇരട്ടി സ്വീകാര്യത ഉള്ളത് ഞാൻ എന്റെ മകന് വേണ്ടി ദ്വാരക്കൽ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കലാണ് എന്ന് വെച്ച് ദുആവസിയത്ത് പറയണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. ദുആവസിയത്ത് പറയണം, നിങ്ങൾക്ക് പറയാം, നമ്മൾ കമന്റായി എഴുതാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പിന്നെ ഈ ചെറിയ മക്കളെ കൊണ്ട് വലിയ വിഷമത്തിലാകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഭയങ്കര വാശി, മൊബൈൽ അഡിക്ഷൻ, ഭയങ്കര വാശി. പിന്നെ അതുപോലെ തന്നെ വിരുന്നുകാർ വരുമ്പോൾ അവരെ തെറി പറയുന്ന ഒരു തെറി എന്ന് പറഞ്ഞാൽ പോടാ, അല്ലെങ്കിൽ പട്ടി, അങ്ങനെയൊക്കെ ചെറിയ കുട്ടികൾ വിളിക്കുമല്ലോ. അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആ സമയം അത്ര നേരം കുഴപ്പമില്ല, ആരെങ്കിലും വന്നാൽ പിന്നെ അവരെ ഷൗട്ട് ചെയ്യുന്ന ചില കുട്ടികളുണ്ട് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ എന്താ, ഭയങ്കര കുറുമ്പുള്ള വാശിയുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ സംസാരം ശരിയാവാത്ത, അല്ലെങ്കിൽ പിന്നെ ഈ നടത്തം ശരിയാവാത്ത, അങ്ങനെ പല പ്രശ്നങ്ങളും ചെറുപ്പത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ മക്കളെ നല്ലവരാക്കി തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള എന്താണ് പറയാ, ഈ മോശ സ്വഭാവങ്ങളെ തൊട്ടും അതുപോലെ മോശമായ കാര്യങ്ങളെ തൊട്ടും ഒക്കെ ചെയ്യുന്ന മക്കളെ തൊട്ട് അല്ലാഹു നമ്മളെ മക്കളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത്, അതായത് നമ്മുടെ മക്കളുടെ വാശിയും അതുപോലെ അവരുടെ പഠനത്തിൽ ബർക്കത്തുണ്ടാവാനും ബുദ്ധി കൂർമ്മത ഉണ്ടാവാനൊക്കെ ചെയ്യേണ്ടത് ഇരട്ടിമധുരത്തിന്റെ പൊടി നമുക്ക് ഈ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇരട്ടിമധുരത്തിന്റെ പൊടി അത് നമ്മൾ തേനിൽ ചാലിക്കണം. ഒരു സ്പൂൺ തേൻ എടുക്കുക, ഇരട്ടിമധുരത്തിന്റെ, അത് ഒറിജിനൽ ഇരട്ടിമധുരത്തിന്റെ പൊടിയാവണം. ഇപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, വെറുതെ തടിയുടെ പൊടി ഇങ്ങനെ വരുന്നുണ്ട്, സാധാ തടി, അതല്ല. ഇരട്ടിമധുരത്തിന്റെ പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂണ് തേൻ, അതിങ്ങനെ ചാലിക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. കൊടുക്കുന്നതിന് മുമ്പ് 7 വട്ടം റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ഒരു ആയത്തുകൾ പറയണം. എന്താണ് പറയേണ്ടത്? റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 4 ആയത്ത്. ഈ 4 ആയത്തും 7 വട്ടം ഓതിയിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇത് മക്കൾക്ക് കൊടുക്കുക. മറന്നു പോകരുതേ. ഒന്നുകൂടി പറയാം, ആയത്ത് ഒന്ന് ഓദിക്കെ നിങ്ങൾക്ക് കാണാം. റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അങ്ങനെ തുടർച്ചയായി 28 ദിവസം മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് കൊടുത്തു. വലിയ ഖൈർ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്, വലിയ ഖൈർ ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നല്ലവരാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഉമ്മമാര്, മാതാപിതാക്കള്, മക്കള് നന്നായി കിട്ടണേ റബ്ബേ, നന്നാക്കി തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട്, ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതാണ്. ഇത് ഒരു 3 വട്ടം പറയുക. ഒരു 3 വട്ടം. ഏതാണത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തളുറഹും വവഫിഖുഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ ഒന്ന് പൗസ് നോക്കിയിട്ട് എഴുതിയെടുത്തോ ചെയ്യുക കേട്ടോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തളുറഹും വവഫിഖുഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ബാരിക് ലനാ ഫീ ഔലാദിനാ
അല്ലാഹുവേ എന്റെ മക്കൾ, ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വലാ തളുറഹും, അവരെ നീ പ്രയാസത്തിലാക്കരുത്. അതുപോലെ വവഫിഖ്ഹും ലിത്വാഅതിക, നിനക്ക് ആരാധന ചെയ്യുന്ന നല്ല ആളുകളാക്കി അവരെ നീ മാറ്റണേ അല്ലാ. അതിന് നീ നിനക്ക് ആരാധന ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. വറുസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ, അവരെ കൊണ്ട്, ആ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഭാവിയിൽ, ഞങ്ങൾക്ക് നീ ഈ ഒരു ജീവിതത്തിൽ നീ ബറക്കത്ത്, ഗുണം തരണേ അല്ലാ എന്നാണ് അതിന്റെ അർത്ഥം ഏകദേശം. അല്ലാഹുമ്മ ബാരിക്, ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആദ്യമായി നമ്മൾ ഒരു ദുആ പഠിച്ചു, 2 ദുആ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു മന്ത്രിക്കുന്ന കാര്യം പഠിച്ചു. മൂന്നാമത് ഒരു ദിക്റാണിത്, അല്ലെങ്കിൽ ഇത് ദുആയാണ്, ഏതായിട്ടും നമുക്ക് കൂട്ടാം, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതാണ്. നാലാമതായ ഒരു ഇസ്മാണ്, ഒരു ഇസ്മ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഇസ്മാണ്. എന്താണ് ആ ഇസ്മ? മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവർക്ക് ഒരുപാട് കിതാബുണ്ട്. ഈ സ്വലാത്തുകൾ മാത്രം പറയുന്ന ഒരു കിതാബ് എഴുതിയ ആളാണ് മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ. ഒരുപാട് വെറൈറ്റി സ്വലാത്തുകൾ മഹാനവറുകൾ അതിൽ എഴുതുകയും ആ സ്വലാത്തിന്റെ ഒക്കെ മഹത്വം മഹാനവറുകൾ ആ കിതാബിൽ പറയുന്നുണ്ട്. അതുപോലെ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മുടെ മക്കൾ, ഔലാദ് അല്ലെ, നമ്മുടെ മക്കൾ, അവരൊക്കെ നമുക്ക് ഇരുലോകത്തും ഗുണമുള്ളവരായി മാറാൻ യാ മുസവ്വിറു, യാ ഖാലിഖു, യാ ഹാദി, ഈ 3 ഇസ്മുകൾ മൂന്നും പറ്റും. കാരണം യാ മുസവ്വിർ, രൂപപ്പെടുത്തുന്നവൻ, നമ്മുടെ മക്കളെയൊക്കെ നല്ല രൂപത്തിലാക്കുന്നവൻ ആരാ? അല്ലാഹു അല്ലേ. ഈ യാ മുസവ്വിറു എന്ന ഇസ്മ അത് ഗർഭിണികളായ ആളുകൾ പറഞ്ഞാൽ ഒരുപാട് ഗുണമാണ്. കാരണം നമ്മുടെ വയറ്റിലാണ്, ഉമ്മമാരുടെ വയറ്റിലാണ് കുട്ടികൾ രൂപപ്പെടുന്നത് അല്ലെ. യാ മുസവ്വിറു, രൂപപ്പെടുത്തുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം. യാ ഖാലിഖു, അല്ലെ, സൃഷ്ടിക്കുന്നവനെ. യാ ഹാദി, നന്മ കൊടുക്കുന്നവനെ, ഹിദായത്തിലാക്കുന്നവനെ. അപ്പൊ ഇത് 3ഉം നമ്മുടെ മക്കൾക്ക് വേണ്ടി പറയാൻ പറ്റും. നല്ല നിയ്യത്ത്, അല്ലാഹുവേ എന്റെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു ഇസ്മ, ഇതിന്റെ എണ്ണം പറയുന്നത് 334 പ്രാവശ്യം, 334 പ്രാവശ്യം എല്ലാ ദിവസവും ഇത് പറയാം, ഇത് പറയണമെന്നാണ്. എങ്ങനെ? ഇതിനകത്ത് കിതാബിൽ കാണുന്നത് യാ മുസവ്വിറു, യാ ഖാലിഖു, യാ ഹാദി എന്നാണ്. അതിൽ അല്ലാഹ് ചേർത്തിട്ടില്ല. യാ മുസവ്വിറു, യാ ഖാലിഖു, യാ ഹാദി, യാ മുസവ്വിറു, യാ ഖാലിഖു, യാ ഹാദി, യാ മുസവ്വിറു, യാ ഖാലിഖു, യാ ഹാദി, അങ്ങനെ പറയുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി ദുആരക്കുക. നമ്മുടെ മക്കളെ അല്ലാഹു തആല എല്ലാവിധ ഖൈറിലും സലാമത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് മാത്രമല്ല, റിസ്ക്കിൽ വിശാലത കിട്ടാൻ, റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വാഹനം, നമ്മുടെ വീട് എല്ലാം ഈ റിസ്ക്കിൽ പെടും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആവാൻ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഭാവി, അവരുടെ വിവാഹ പ്രായം എത്തിയിട്ട് വിവാഹം നടക്കാത്ത മക്കള് അല്ലെ, അവരെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ, നാളെ വെള്ളിയാഴ്ച പകലിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ സന്താന പരമ്പരകൾ എല്ലാവരെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. ഈ മക്കൾ കാരണം സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരിലും ബർക്കത്തും സലാമത്തും, പ്രയാസ പ്രശ്നങ്ങൾ, രോഗങ്ങൾ മാറ്റി എല്ലാവിധ ഖൈറും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മുടെ ഈ അണിയറ പ്രവർത്തകർ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദുആരക്കണം. പക്ഷേ നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്നു, അതൊക്കെ വേഗത്തിലാവാൻ നിങ്ങൾ ദുആയിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.